ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ഞാൻ UK നിന്ന് നാട്ടിലേക്ക് പോയ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. 1.5 വർഷത്തിന് ശേഷമാണ് ഞാൻ നാട്ടിലേക്ക് പോകുന്നത്, UK വന്നിട്ട്. ഞാൻ MSc ഇൻ്റർനാഷണൽ മാനേജ്മെൻറ്റ് പഠിക്കാൻ വേണ്ടി വന്നത്. അപ്പോൾ വെക്കേഷനും പിന്നെ എൻ്റെ ഒരു കസിൻ്റെ കല്യാണവും ഉണ്ട്, അങ്ങനെ ഞാൻ പോയതാണ്. എത്തിഹാദിൻ്റെ ഫ്ലൈറ്റായിരുന്നു, ഹീത്രൂ എയർപോർട്ടിൽ നിന്നാണ് ഞാൻ പോയത്. അങ്ങനെ നമ്മുടെ ചെക്കിനും എല്ലാം കഴിഞ്ഞു, ഞാൻ ഫ്ലൈറ്റിലേക്ക് കയറാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ ഞാൻ ഫ്ലൈറ്റിൽ കയറി. നമുക്ക് അബുദാബി വരെയുള്ള ഫ്ലൈറ്റായിരുന്നു. അത് എനിക്ക് തോന്നുന്നു 7.5 മണിക്കൂർ. എനിക്ക് നടുക്കത്തെ സീറ്റാണ് കിട്ടിയത്, പക്ഷേ എൻ്റെ അപ്പുറത്തെ 2 സീറ്റ് എംറ്റി ആയതുകൊണ്ട് നമുക്ക് നല്ല രസമായിരുന്നു ഇരിക്കാൻ. പിന്നെ ബോറടിച്ചില്ല, കുഴപ്പമില്ലായിരുന്നു. പിന്നെ എയർ ബസ്സായിരുന്നു, അതുകൊണ്ട് നമുക്ക് ഒന്നും അറിയാൻ പറ്റിയില്ല. നമ്മൾ ഫ്ലൈറ്റിൽ ഇരിക്കുക എന്നുപോലൊരു ചിലപ്പോൾ നമുക്കൊരു കുലുങ്ങൊക്കെ ഇല്ല, ഇത് അതുപോലും ഇല്ലായിരുന്നു. അങ്ങനെ നമ്മുടെ ഫ്ലൈറ്റ് എടുക്കുവാണ്. അപ്പോൾ ഞാൻ ഇതൊക്കെ വീഡിയോ എടുത്തോണ്ടിരിക്കുക. സൈഡ് സീറ്റായിരുന്നു നമുക്ക് കറക്റ്റ് ആ വ്യൂ കിട്ടിയത്. അപ്പോൾ അതില്ലാത്തതുകൊണ്ട് ഞാൻ നമ്മുടെ സ്ക്രീനിൽ നിന്ന് വീഡിയോ എടുക്കുക. അങ്ങനെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് നോക്കും എത്താറായോ എന്ന്. പക്ഷേ എത്താറായില്ല. കുറേ കഴിഞ്ഞപ്പോൾ ഫുഡ് കിട്ടി. ഞാൻ ചിക്കൻ്റെ ഒരു മെനു ആയിരുന്നു ഓർഡർ ചെയ്തത്. എനിക്ക് തോന്നുന്നു സ്മാഷ്ഡ് പൊട്ടറ്റോ, ചിക്കൻ ബ്രസ്റ്റ്, കുറച്ച് വെജീസ്. അത് കഴിഞ്ഞിട്ട് ഞാൻ അബുദാബി എത്തി. അബുദാബി എയർപോർട്ട് ഒരു രക്ഷയില്ലായിരുന്നു, നൈറ്റായിരുന്നു. അപ്പോൾ അബുദാബി കാണാനും നല്ല രസം. അങ്ങനെ കാത്തിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അപ്പുറത്ത് 2 ചേട്ടന്മാരെ എനിക്ക് അബുദാബിയിൽ നിന്ന് കിട്ടി. അപ്പോൾ അവർ പറഞ്ഞു, അയ്യോ ഇതെന്താ ആകാശമേ ഉള്ളല്ലോ, പച്ചപ്പ് കാണുന്നില്ല, എന്താ പൈലറ്റിന് എന്തോ വഴി തെറ്റിന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ ഇരിക്കുക. അങ്ങനെ കുറേ നേരം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് ഈ മേഘങ്ങൾ മാത്രമേ കാണുന്നുള്ളൂ, വേറെ ഒന്നും കാണുന്നില്ല. പക്ഷെ നമുക്ക് ഇങ്ങനെ അത് സ്ക്രീനിൽ നോക്കുമ്പോൾ, സ്ക്രീനിലല്ല, നമുക്കത് അതൊരു ചെറിയ ഫ്ലൈറ്റാണ്. അപ്പോൾ നമുക്ക് സ്ക്രീനില്ലാത്തതുകൊണ്ട് ഫോണിൽ ഒരു ആപ്പിൽ അബുദാബിയിൽ നിന്ന് കയറിയപ്പോൾ ആ ചേട്ടന്മാർ ആ ആപ്പ് എടുത്തിട്ടുണ്ട്, നമുക്കത് കാണാൻ പറ്റുമായിരുന്നു ലൊക്കേഷൻ. അപ്പോൾ നമുക്ക് ഇനി ട്രിവാൻഡ്രത്തിന് 1 മണിക്കൂറല്ല, എത്രയോ മിനിറ്റേ ഉള്ളായിരുന്നു സംഭവം. അങ്ങനെ കാത്തിരിക്കുക. അങ്ങനെ ലാസ്റ്റ് പച്ചപ്പ് കണ്ടപ്പോഴത്തേന് ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കും, ആ കാണുന്നതാണ് എൻ്റെ വീടെന്ന്. അങ്ങനെ ഞങ്ങൾ ലാസ്റ്റ് എങ്ങനെയോ പച്ചപ്പ് കണ്ട് ലാസ്റ്റ് ലാൻഡ് ചെയ്തു. എനിക്ക് അച്ഛനെ കണ്ടപ്പോൾ ഉള്ള വീഡിയോ എടുക്കാൻ പറ്റിയില്ല, അമ്മൂമ്മയെ കണ്ടപ്പോൾ ഉള്ള വീഡിയോ എടുത്തു, അമ്മയെ കണ്ടപ്പോൾ ഉള്ള വീഡിയോ എടുത്തു. കാരണം അച്ഛനാണ് എന്നെ വിളിക്കാൻ വന്നത്, അതുകൊണ്ട് അച്ഛന് സർപ്രൈസ് കൊടുക്കാൻ പറ്റിയില്ല. അമ്മയടുത്ത് അച്ഛൻ പറഞ്ഞു വണ്ടിയിലൊരു സാധനമുണ്ട്, അതെടുക്കാൻ വരാൻ പറഞ്ഞിട്ട് അമ്മ വന്നതാണ്. അമ്മ നോക്കിയപ്പോൾ ചെറിയ സാധനമല്ല, ഒരു വലിയ സാധനത്തിന് അമ്മയ്ക്ക് സർപ്രൈസായിട്ട് കിട്ടി. എനിക്ക് പക്ഷേ ബാക്കി എല്ലാവരും കണ്ട വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയൊന്നുമില്ല. ഞാനിങ്ങനെ വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചതല്ല. അപ്പോൾ കുറച്ച് ക്ലിപ്സ് മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ. അത് കഴിഞ്ഞിട്ട് അന്ന് വൈകിട്ട് മഴയായിരുന്നു. അപ്പോൾ നല്ല രസമായിരുന്നു. കാരണം ഇവിടെ വന്നതിന് ശേഷം മഴ ഉണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ ആ ഒരു ഫീല് കിട്ടത്തില്ലല്ലോ. അപ്പം നാട്ടിൽ പോയപ്പോൾ നല്ല മഴ. പിന്നെ ഞാനും അച്ഛനും കൂടെ ഉച്ചയ്ക്ക് പോയിട്ട് ആ നല്ല സദ്യ കഴിച്ചിട്ട് ട്രിവാൻഡ്രത്തുനിന്ന്, അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഞാൻ എൻ്റെ കസിൻ്റെ കല്യാണത്തിനും കൂടെയാണ് വന്നത്, അപ്പോൾ അതിൻ്റെ കുറച്ച് ക്ലിപ്സും കൂടി ഇതിൽ ആഡ് ചെയ്യാമേ. ഇതായിരുന്നു ഞാൻ കല്യാണത്തിൻ്റെ ഡ്രസ്സ്, നല്ല ഹെവി ആയിരുന്നു. അച്ഛൻ്റെ നിർബന്ധത്തിനെടുത്തു, അച്ഛൻ്റെ സെലക്ഷനായിരുന്നു. അച്ഛൻ ഇത് നന്നായിട്ട് ഇഷ്ടപ്പെട്ട ഡ്രസ്സാണ്, അങ്ങനെ ഞാനും അതെടുത്തു. ഇത് ഞങ്ങൾ റിസപ്ഷന് പോകാൻ വേണ്ടിയിട്ട് ഞാനും അമ്മയും അച്ഛനും റെഡി ആയിട്ടിരിക്കുക. ചേച്ചിയുടെ വീട് തൊട്ടിപ്പുറത്ത് തന്നെ. ഇതാണ് ചേച്ചി, ഇത് ചേച്ചിയുടെ അനിയത്തി. അപ്പോൾ ഇതെൻ്റെ ഒരു കസിനാണ്. ഇത് നമ്മൾ കല്യാണ ദിവസം എല്ലാവർക്കും ഇങ്ങനെ രാവിലെ ദക്ഷിണ കൊടുക്കുവാണ്. അതെൻ്റെ അമ്മൂമ്മയുടെ ആങ്ങള, ഇത് അമ്മൂമ്മ, ഇത് ചേച്ചി, ഇത് ചേച്ചിയും ചേട്ടനും. എൻ്റെ സ്ക്രീൻഷോട്ടൊക്കെ ഉള്ളൂ, അപ്പം ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോസൊക്കെ. ബാക്കിയൊക്കെ ഞാൻ എടുത്തതൊക്കെ മിസ്സായി. ഇതായിരുന്നു എൻ്റെ 1.5 ദിവസത്തെ വിശേഷം. വന്നതിൻ്റെ പിറ്റേന്നായിരുന്നു ചേച്ചിയുടെ കല്യാണം. എൻ്റെ ഒരു ഫോട്ടോ ഉണ്ട് ഞാൻ കഴിച്ച സദ്യേൻ്റെ. അപ്പോൾ ഇതായിരുന്നു ട്രിവാൻഡ്രത്ത് ഞാൻ കഴിച്ച സദ്യ, നല്ല സദ്യയായിരുന്നു. ഇത് ഞാൻ എയർപോർട്ടിൽ നിന്ന് എടുത്ത കുറച്ച് ഫോട്ടോസാണ്. അപ്പോൾ ഇതായിരുന്നു ഞാൻ ഇട്ടുകൊണ്ട് പോയ കോസ്റ്റ്യൂം. ഇതിവിടുന്ന് ഞങ്ങൾ നെക്സ്റ്റിൽ നിന്ന് മേടിച്ചതാണ്. അപ്പോൾ ഇതൊക്കെയായിരുന്നു എൻ്റെ 1.5 ദിവസത്തെ വിശേഷം. അപ്പോൾ ബാക്കി വിശേഷങ്ങളും ഞാൻ ചെന്നിട്ട് പോയ സ്ഥലങ്ങളും ട്രാവൽ വ്ളോഗും ഒക്കെ ഞാൻ ഉടനെ ഇടുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.